കൊടും കുറ്റവാളികൾക്ക് ഭൂമിയിലൊരു നരകമുണ്ടായിരുന്നു. ഒരിക്കൽ ഡെവിൽസ് ഐലൻഡ് എന്നറിയപ്പെട്ടിരുന്ന അമേരിക്കയിലെ കുപ്രസിദ്ധമായ അൽക്കാട്രസ് ജയിൽ. ഒറ്റപ്പെട്ട സാഹചര്യം, തണുത്ത വെള്ളം, ശക്തമായ സമുദ്രപ്രവാഹങ്ങൾ, സ്രാവുകളുടെ സാന്നിധ്യം എന്നിവയാൽ ആർക്കും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. 1963 അടച്ചുപൂട്ടിയ ജയിൽ 6 പതിറ്റാണ്ടായി അടഞ്ഞുകിടപ്പാണ്. നീണ്ട 62 വർഷങ്ങൾക്കിടയിൽ ഒരു അമേരിക്കൻ പ്രസിഡന്റും അൽക്കാട്രസ് ജയിലിന്റെ കാര്യത്തിൽ രണ്ടാമതൊരു തീരുമാനം എടുത്തിട്ടില്ല. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അൽക്കാട്രസ് ജയിൽ വീണ്ടും തുറക്കാൻ ഉത്തരവിട്ടിരിക്കുകയാണ്. ഒരു കാലത്ത് US-ലെ ഏറ്റവും കഠിനമായ ജയിലുകളിലൊന്നായിരുന്നു അൽക്കാട്രസ്. പുതുക്കിപ്പണിഞ്ഞ് വലുതാക്കിയ അൽക്കാട്രസ് ജയിൽ ഇനി രാജ്യത്തെ ഏറ്റവും അക്രമാസക്തരായ കുറ്റവാളികളെ പാർപ്പിക്കുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിരിക്കുന്നത്. പണ്ട് കോട്ടയായിരുന്ന ഇവിടം 1912 US ആർമി മിലിറ്ററി ജയിലാക്കി മാറ്റി. പിന്നീട് 1934 കെട്ടിടങ്ങൾ നവീകരിക്കുകയും സുരക്ഷ വർദ്ധിപ്പിക്കുകയും ചെയ്ത ശേഷം ഇത് ഫെഡറൽ ബ്യൂറോ ഓഫ് പ്രിസൺ ആക്കി മാറ്റി. 3 നിലകളിലുള്ള ജയിൽ ഹൗസ് US-ലെ ഏറ്റവും ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളുള്ള ജയിലാണെന്നാണ് പറയപ്പെടുന്നത്. ഉയർന്ന അറ്റകുറ്റപ്പണി ചെലവുകളും മോശം സാഹചര്യങ്ങളും കാരണം 1963 അൽക്കാട്രസ് ജയിൽ അടച്ചുപൂട്ടുകയായിരുന്നു. ഈ ജയിലാണ് ഇപ്പോൾ നവീകരിച്ചു തുറക്കാൻ വേണ്ടി ട്രംപ് ഉത്തരവിട്ടിരിക്കുന്നത്.